ഇന്ന് ഞാനുള്ളത് വളരെ വിശേഷപ്പെട്ടൊരു സ്ഥലത്താണ് കേട്ടോ. അതായത് തൃശ്ശൂർ ജില്ലയിൽ ഊരകം എന്ന് പറയുന്നൊരു ഗ്രാമപഞ്ചായത്തുണ്ട്. അവിടെ സഞ്ജീവനി ബാലികാ സദനം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത് കേട്ടോ. ഒത്തിരി നല്ല മനസ്സുള്ള ആളുകളുടെ സഹകരണത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടിയിട്ട് നടന്നു പോകുന്നൊരു സ്ഥാപനമാണ് ഈ ബാലികാ സദനം. ഞാനും എൻ്റെ ഫാമിലിയും ഇതിന് മുന്നേ 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കിതൊരു പുതിയ സ്ഥലമല്ല, പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേരാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ടായി. എൻ്റെ മകൻ പഠിക്കുന്നത് ചേർപ്പിൽ CN എന്ന് പറയുന്ന സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റായിട്ട് പ്രവർത്തിക്കുന്നത് ഈ സഞ്ജീവനിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളെ ക്ഷണിച്ചിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലുള്ള പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആർക്കും അത് താല്പര്യം ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ക്ലാസ്സിലാരും ഒറ്റ പാരൻസും അതിന് തയ്യാറാവുന്നില്ല, അപ്പോൾ നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ടീച്ചർ ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ ഞായറാഴ്ച അവിടെ എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് ടീഷർട്ട് ഇട്ടിട്ട് അവിടെ നടന്നുകൊണ്ട് ഈ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. 9:30 കേട്ടോ ടീച്ചർ ഞങ്ങളുടെ അടുത്ത് സമയം പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് തിരിച്ച് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കുറച്ച് നേരത്തോടെ പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സഹകരിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റി. ബാക്കിയുള്ള അവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ അറേഞ്ച്മെൻറ്റ്സും വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഈ മെഷീൻസിൻ്റെ കണക്ഷൻ മാത്രമേ അവിടെ കഴിയാത്തതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇവർ 2 പേരും കൂടിയിട്ട് അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടെയുള്ള ബാക്കി അറേഞ്ച്മെൻറ്റ്സ്, ഉദ്ഘാടനത്തിന് വേണ്ട കാര്യങ്ങൾ, രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഏരിയ, അതുപോലെ തന്നെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് അതിനുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് കേട്ടോ. മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടാ, അവിടെയുള്ള എല്ലാവരും വളരെ സഹകരണത്തോടു കൂടിയിട്ടായിരുന്നു നമ്മളെടുത്ത് പെരുമാറിയിരുന്നത്. ഏവർക്കും നമസ്കാരം. ഊരകം സഞ്ജീവിനി സമിതിയും സേവാഭാരതി ചേർപ്പ് സൊസൈറ്റിയും എറണാകുളം അമൃത ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടുകൂടി നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്ന് നവംബർ 24, 2024 ഞായറാഴ്ച ഊരകം സഞ്ജീവനി സമിതിയിൽ നടക്കുന്നത്. ഏകദേശം 150-ൽ പരം ബ്ലഡ് ഡൊണേഷൻ നടത്തുവാനാണ്, അത്രയും ദാതാക്കളുടെ ബ്ലഡ് നൽകുവാനാണ് സഞ്ജീവനി സമിതിയും സേവാഭാരതി ചേർപ്പും കൂടി ശ്രമിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് അത്രയും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടും പ്രാർത്ഥനയോടും കൂടിയിട്ട് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമൃത ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടുള്ള ഡോക്ടറാണ് ആദ്യമായിട്ട് തിരിതെളിയിക്കുന്നത്. ഡോക്ടറും വളരെ സ്വീറ്റായിരുന്നു. എല്ലാവരുടെ അടുത്തും വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഡോക്ടർ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെയുള്ളവർ മുഴുവനും ഒരു കുടുംബം പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തൊരാവശ്യത്തിനും ഓടിയെത്താനും അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും ചെയ്യാനും ഈ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും, അതായത് ഞാൻ എപ്പോൾ പോകുമ്പോഴാണെങ്കിലും ഇവരൊക്കെ അവിടെ കാണാറുള്ളവർ തന്നെയാണ് കേട്ടോ. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ചങ്ക് എന്നൊക്കെ പറയേണ്ടി വരും. ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഇദ്ദേഹം കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സഞ്ജീവനിയിലെ എന്തൊരാവശ്യത്തിനും ഓടിയെത്താനും അവിടെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് അവിടുത്തെ പുതിയൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ കണ്ടത് എനിക്ക് ഭയങ്കര ഉപകാരമായി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ട കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ആരാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഇതായിരുന്നു രക്തനിർണയ ക്യാമ്പിൻ്റെ ഫോം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ട്യൂബ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റൊക്കെ അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അമൃത ഹോസ്പിറ്റലിൽ നിന്നും അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരുടെ ഒരു സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ടെക്നീഷ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് കൊടുക്കുന്നതിനേക്കാളും മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് HB ലെവൽ ചെക്ക് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡിന് HB ലെവൽ നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു. ജെൻസിന് ഓട്ടോമാറ്റിക്കലി HB ലെവലൊക്കെ നോർമൽ ആയിരിക്കുമല്ലോ, വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഈ കഥയിലൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിങ്ങൾ ആരെന്നെ കളിയാക്കരുതേ.
അപ്പോൾ അവർ HB ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലപ്പം തന്നെ അതിൻ്റെ റീഡിങ് വരും. നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ റീഡിങ് അങ്ങനെ തന്നെ അപ്പോൾ ഏത് പേഷ്യൻ്റാണ് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് അല്ല, അപ്പോൾ അവരുടെ ആ ഫോമിൽ എഴുതി കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഫോമും കൊണ്ടിട്ടാണ് നമ്മൾ ഇനി ഡോക്ടറെ അടുത്തേക്ക് പോവാം. അപ്പോൾ അവർ എഴുതി കൊടുത്തപ്പോൾ HB ലെവൽ നോർമലായിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ആളിരുന്നു. അങ്ങനെ അവിടുത്തെ ആ പ്രൊസീജിയർ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് അടുത്ത സെക്ഷൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്താണ് BP ചെക്ക് ചെയ്യണം, അതൊക്കെ നോർമലാണോ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ആ ഫോമിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന ദാതാവ്, അതായത് രക്തം കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന വ്യക്തിക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചറിയും. ആ ഫോമിൽ അത് ഫില്ലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻ്റ് ആണോ, BPക്ക് മരുന്ന് കഴിക്കുന്ന പേഷ്യൻ്റ് ആണോ, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അവർ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് അവർ അലൗ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മെഡിസിനൊന്നും സ്ഥിരമായിട്ട് കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായി. ഇനിയാണ് കഥയിൽ ട്വിസ്റ്റ് വരാൻ പോണത് കേട്ടോ. അപ്പം ഞാൻ വലിയ ആളായിട്ട് പിന്നെന്താ ഞാൻ ബ്ലഡ് കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചറെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വരുമോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ബ്ലഡ് കൊടുക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ ഒരു 6 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരൊക്കെ ബ്ലഡ് എടുക്കുമ്പോൾ ഒക്കെ നല്ല രസമാണ്, പക്ഷെ തിരിച്ച് നമ്മളെ കുത്തുമ്പോൾ നമുക്കൊരു വേദനയാണ് കേട്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സോറി മാഡം, നിങ്ങളുടെ HB ലെവൽ കുറവാണ്, അതുകൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കേട്ടോ. ഊരകം സഞ്ജീവനി സമിതിയും ചേർപ്പ് സേവാഭാരതിയും സംയുക്ത ആഭിമുഖ്യത്തിൽ അമൃത ഹോസ്പിറ്റൽ എറണാകുളവുമായി സഹകരിച്ച് ഊരകം സഞ്ജീവനി സമിതിയിൽ രക്തദാന ക്യാമ്പ് നടക്കുകയാണ്. ഇന്നത്തെ ഈ രക്തദാന ക്യാമ്പിൽ ഏകദേശം 100-ലധികം രക്തദാതാക്കൾ എത്തിച്ചേരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. രക്തദാനത്തിലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും നമുക്ക് മറ്റുള്ളവരുടെ ആരോഗ്യം നിലനിർത്തുവാനും ജീവൻ സംരക്ഷിക്കുവാനും സാധ്യമാകുന്നു. സേവാഭാരതി ചേർപ്പും സഞ്ജീവനി സമിതി ഊരകവും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇത്തരം നിരവധി ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത് 2ാം തവണയാണ് രക്തദാന ക്യാമ്പ് സഞ്ജീവനി സമിതിയും സേവാഭാരതി ചേർപ്പും തമ്മിൽ സംയുക്തമായി നടത്തപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടെന്ന്. ഇപ്പോൾ പ്രകാശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അദ്ദേഹമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഞങ്ങളുടെ ഡൊണേഷനൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം സാധാരണ ചടങ്ങ് പോലെ തന്നെ ഫ്രൂട്ടിയും ബിസ്ക്കറ്റൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു സ്മിത്തേട്ടന് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വന്നു, ഒരുപാട് പേര് സഹകരിച്ചു. അപ്പോൾ ഒരുപാട് നന്ദി വന്നവർക്കൊക്കെ. അപ്പം ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഡൊണേഷൻ കഴിഞ്ഞതും ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ.